US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അടുത്തിടെ ഓവൽ ഓഫീസിൽ വെച്ച് നടത്തിയ ഒരു വെളിപ്പെടുത്തൽ ഇപ്പോൾ ആഗോളതലത്തിൽ വലിയ ചർച്ചയായിരിക്കുകയാണ്. കാര്യം മറ്റൊന്നുമല്ല, ഇറാന്റെ മണ്ണിൽ US സൈന്യത്തെ നേരിട്ട് ഇറക്കി അവിടെയുള്ള 400 കിലോഗ്രാമോളം വരുന്ന അതിമാരകമായ എൻറിച്ച്ഡ് യുറേനിയം ബലമായിട്ട് പിടിച്ചെടുക്കാൻ ട്രംപ് ഒരു രഹസ്യ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയിരുന്നു. എന്നാൽ അവസാന നിമിഷം ട്രംപ് ആ ഒരു വമ്പൻ ദൗത്യത്തിൽ നിന്നും പിന്മാറി. എന്തുകൊണ്ടാണ് ലോകത്തിലെ ഏറ്റവും വലിയ മഹാശക്തിയായ അമേരിക്ക ഇറാന്റെ മണ്ണിൽ ഒരു സർജിക്കൽ സ്ട്രൈക്കിന് മടിക്കുന്നത്? എന്താണ് ഈ ന്യൂക്ലിയർ ഡസ്റ്റ് വേട്ടയ്ക്ക് പിന്നിലെ യഥാർത്ഥ കഥ? നമുക്കൊന്ന് കാര്യമായിട്ട് നോക്കാം. USഉം ഇറാനും തമ്മിലുള്ള യുദ്ധസമാനമായ അന്തരീക്ഷത്തിനിടയിലാണ് ഇങ്ങനെയൊരു ഹൈ റിസ്ക് ഗ്രൗണ്ട് മിഷൻ പെന്റഗൺ പ്ലാൻ ചെയ്തത്. ഇറാന്റെ ഭൂഗർഭ ആണവ നിലയങ്ങളിൽ സൂക്ഷിച്ചിരിക്കുന്ന യുറേനിയം പിടിച്ചെടുക്കുകയായിരുന്നു ലക്ഷ്യം. പക്ഷേ ട്രംപ് തന്നെ ഇപ്പോൾ തുറന്നു പറഞ്ഞിരിക്കുകയാണ്, I didn't feel like being like ജിമ്മി കാർട്ടർ. അതായത് എന്താണ് ഈ ഒരു ജിമ്മി കാർട്ടർ കണക്ഷൻ എന്ന് പറഞ്ഞാൽ, നമുക്ക് ചരിത്രത്തിലേക്കൊന്ന് പോകണം. അതായത് 1980 ഇറാനിൽ തടവിലാക്കപ്പെട്ട 52 അമേരിക്കൻ നയതന്ത്രജ്ഞരെ രക്ഷിക്കാൻ അന്നത്തെ US പ്രസിഡന്റായ ജിമ്മി കാർട്ടർ ഒരു മിലിറ്ററി ഓപ്പറേഷൻ നടത്തി, ഓപ്പറേഷൻ ഈഗിൾ ക്ലോ. പക്ഷേ അത് കനത്ത പരാജയത്തിലാണ് കലാശിച്ചത്. അമേരിക്കൻ സൈന്യത്തിന് വലിയ നാണക്കേടുണ്ടായി. കാർട്ടർക്ക് അടുത്ത തിരഞ്ഞെടുപ്പിൽ അധികാരം വരെ നഷ്ടപ്പെട്ടു. ആ ഒരു ചരിത്രപരമായ നാണക്കേട് തനിക്കുണ്ടാകരുത് എന്ന് ട്രംപിന് നിർബന്ധമുണ്ടായിരുന്നു. പെന്റഗണിലെ പ്ലാനേഴ്സ് ഈ മിഷനെ കുറിച്ച് പഠിച്ചപ്പോൾ അവർക്ക് മനസ്സിലായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു ഓപ്പറേഷൻ വിജയിക്കണമെങ്കിൽ US സൈന്യത്തിന് ചുരുങ്ങിയത് 2 ആഴ്ചയെങ്കിലും ശത്രുരാജ്യമായ ഇറാന്റെ മണ്ണിൽ ഓപ്പറേറ്റ് ചെയ്യേണ്ടി വരുമെന്നാണ്. ലക്ഷക്കണക്കിന് മിലിറ്ററി ഹാർഡ്വെയറുകളും ട്രൂപ്പുകളും ഇറാനിലേക്ക് എത്തിക്കുക എന്നത് കനത്ത ലോജിസ്റ്റിക്കൽ ചലഞ്ചായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത് വളരെ റിസ്കി ആണെന്ന് കണ്ട് ട്രംപ് തൽക്കാലം ആ ഫയൽ മടക്കി വെച്ചു എന്ന് പറയണം. പക്ഷേ ട്രംപ് അവിടെയും നിർത്തിയിട്ടില്ല. അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞത്, ഇറാന്റെ യുറേനിയം ശേഖരം ഇപ്പോൾ ആഴത്തിലുള്ള ഭൂഗർഭ അറകളിലടക്കം ചെയ്യപ്പെട്ടിരിക്കുകയാണ്, അതിങ്ങനെ മറവ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. അവിടെ നിന്നും ഇറാൻകാർക്ക് അത് പുറത്തെടുക്കാൻ കഴിയില്ല. USന് ഇറാന്റെ 3 പ്രധാന ഭൂഗർഭ ആണവ നിലയങ്ങളിലും 24 മണിക്കൂറും നിരീക്ഷണമുണ്ട്. ഹൈടെക് ക്യാമറകൾ വഴി എല്ലാ ആംഗിളും US നിരീക്ഷിക്കുന്നുണ്ട്. ഇനി ആരെങ്കിലും ആ ഒരു യുറേനിയം തൊടാൻ വന്നാൽ US അത് ബോംബ് ഇട്ട് തകർക്കുമെന്നാണ് ട്രംപിന്റെ ഒരു മാസ് ആയിട്ടുള്ള വാർണിംഗ് എന്ന് പറയണം. അതുകൊണ്ട് തന്നെ നിലവിൽ ഒരു US മിലിറ്ററി ഓപ്പറേഷൻ ആവശ്യമില്ലെന്നും ഇറാന്റെ ഈ ന്യൂക്ലിയർ ഡസ്റ്റ് തങ്ങളുടെ പൂർണ്ണ കൺട്രോളിൽ ആണെന്നുമാണ് വൈറ്റ് ഹൗസ് അവകാശപ്പെടുന്നത്. അമേരിക്കൻ പ്രതിനിധികളായ സ്റ്റീവ് വിറ്റ്കോഫും ജെറഡ് കുഷ്നറും ടെനസിയിലെ ഓക്ക് റിഡ്ജിൽ എത്തി അതീവ രഹസ്യമായ ടെക്നിക്കൽ ചർച്ചകൾ നടത്തിക്കഴിഞ്ഞു. ഇറാനുമായിട്ട് ഒരു പുതിയ മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് MOU ഒപ്പിടാനുള്ള ശ്രമത്തിലാണ് വൈറ്റ് ഹൗസ്. മറ്റൊരു റിപ്പോർട്ട് എന്താണെന്ന് വെച്ചാൽ, ഇറാൻ തങ്ങളുടെ യുറേനിയം ശേഖരം ചൈനയിലേക്ക് മാറ്റാൻ തയ്യാറാണെന്ന സൂചന നൽകിയിട്ടുണ്ട്. ട്രംപും ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻപിങ്ങും തമ്മിൽ നടത്തിയ കൂടിക്കാഴ്ചയിൽ ചൈന ഇറാനെ സൈനികമായിട്ട് സഹായിക്കില്ല എന്ന് ഉറപ്പ് നൽകിയതായും ട്രംപ് അവകാശപ്പെടുന്നുണ്ട് എന്നുള്ളത് നമ്മൾ ഓർക്കണം. പക്ഷേ ചർച്ചകൾ ഇപ്പോഴും കനത്ത ഡെഡ് ലോക്കിലാണ്. കാരണം അമേരിക്ക പറയുന്നത് 60 ദിവസത്തിനകം ഇറാന്റെ യുറേനിയം വീര്യം കുറയ്ക്കണം എന്നാണ്. എന്നാൽ ഇറാൻ ആവശ്യപ്പെടുന്നത് 90 ദിവസത്തെ സമയമാണ്. അതുമാത്രമല്ല, അമേരിക്ക മരവിപ്പിച്ച് നിർത്തിയിരിക്കുന്ന ഇറാന്റെ $24 ബില്യൺ ഫണ്ട് റിലീസ് ചെയ്യാതെ ഒത്തുതീർപ്പിനില്ല എന്ന് ഇറാൻ സുപ്രീം ലീഡറുടെ ഓഫീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇറാൻ ഇപ്പോൾ പറയുന്നത് ദ ബോൾ ഇസ് ഇൻ ട്രംപ്സ് കോർട്ട് എന്നാണ്. ഏറ്റവും ഒടുവിലത്തെ വിവരങ്ങൾ പ്രകാരം ഇറാൻ സുപ്രീം ലീഡർ മുസ്തഫ ഖമേനിയുമായിട്ട് നേരിട്ട് ചർച്ച നടത്താൻ തനിക്ക് താല്പര്യമില്ല എന്നാണ് ട്രംപ് പറയുന്നത്. മുൻപ് US ഇസ്രായേൽ സംയുക്ത ആക്രമണത്തിൽ ഖമേനിയുടെ കുടുംബാംഗങ്ങൾ കൊല്ലപ്പെട്ടതിനാൽ താൻ അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട ആളല്ലെന്ന് ട്രംപ് തന്നെ തമാശയായിട്ട് പറയുന്നുമുണ്ട്. എങ്കിലും നയതന്ത്രപരമായ ഒരു പ്രൊഫഷണൽ പെരുമാറ്റം അദ്ദേഹം പ്രതീക്ഷിക്കുന്നു. അതേസമയം മിഡിൽ ഈസ്റ്റിൽ ഇപ്പോഴും സംഘർഷം പുകയുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ പോലും സ്ട്രെയ്റ്റ് ഓഫ് ഹോർമുസിന് സമീപം ഇറാനിയൻ മിസൈലുകളും ഡ്രോണുകളും US സൈന്യം വെടിവെച്ചിട്ടിരുന്നു. ചുരുക്കം പറഞ്ഞാൽ, ഇറാനെ സൈനികമായിട്ട് തകർക്കാൻ അമേരിക്കയ്ക്ക് കെൽപ്പുണ്ടെങ്കിലും ഒരു പുതിയ യുദ്ധത്തിലേക്ക് ചാടി വീഴാൻ ട്രംപ് ഒരുക്കമല്ല. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.